ടിങ്കു ഗൈസ്, ഇന്ന് ജൂൺ 11. ഇന്ന് ഇവിടുന്ന് ഒരു യാത്ര പോവാണ്. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളും ബാക്കിൽ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന പ്രിപ്പറേഷൻ. അപ്പൊ അങ്ങോട്ട് വേണ്ടി പോവാൻ വേണ്ടി സോറി എല്ലാരും ഒരുങ്ങാണ് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ജൂൺ 11 ദേവുട്ടിന്റെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ ശേഷം പോകുന്ന ദിവസമാണ്. ദേവുട്ടി ഭയങ്കര ഹാപ്പിയാണെന്ന്. ഹാപ്പിയസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ് ആണ് ദേവുട്ടി. എന്നോട് ദേവുട്ടി സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ട് എന്നൊരു വ്ളോഗ് ചെയ്യണമെന്ന്. ഞാൻ പിരിഞ്ഞു പോകുന്നതിന്റെ വിഷമത്തിലാണ്. അമ്മ വിഷമിക്കട്ടെ, ഞാൻ വരും കേട്ടോ ഓക്കെ കേട്ടോ. അമ്മയ്ക്ക് എന്നെ മിസ്സാവും. അതേപോലെ ഏറ്റവും വിഷമം എന്നെങ്കാട്ടും വിഷമം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. അച്ഛന് നല്ല വിഷമമായിരിക്കും ഞാൻ പോയി കഴിഞ്ഞാൽ. അച്ഛൻ കേട്ടോ അച്ഛന് ഭയങ്കര വിഷമമായി. അച്ഛന് നല്ല വിഷമാണ് ഞാൻ പോകുന്നത് സത്യമായിട്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ നെഞ്ചുരുക്കി കരയാ നിൽക്കാറ്. നല്ല ചെമ്മീൻ ബിരിയാണി ഉണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ. ഇതായിരിക്കാ ഇതെന്താ ചെമ്മീൻ ഒരു ലോഡ് കളമിടുന്നില്ല. അത് ഇത് വെക്കാ പൊന്നുമോള് മോളെ കിട്ടൂല. കളിക്കരുത് പറഞ്ഞ അച്ഛൻ പറഞ്ഞ അനുസരിക്കാത്തൊരു മോള്. അച്ഛൻ പറഞ്ഞ അനുസരിക്കണ്ടേ? അച്ഛൻ പറഞ്ഞ അനുസരിക്കുന്നു പറഞ്ഞ അത് തെറ്റാണ്. അത് തെറ്റായത് പിന്നെ ഒരു വിഷമം ഏട്ടനുണ്ട് കേട്ടോളെ. എന്റെ ചെമ്മീന്ന് ചെമ്മീൻ എടുത്ത് കഴിക്കാൻ കൂടുന്നു. ഒരു ഉമ്മ എന്നൊക്കെ ഒരു ഉമ്മതാ ഞാൻ പോവാ 2 ദിവസം കഴിയും. ഇന്ദുമോ ഞാൻ ഇവിടെ പോയി ചിലപ്പോഴോ തിരിച്ചു വരുള്ളൂ. അപ്പോഴേക്ക് എന്റെ അങ്ങനെയല്ല റിസൾട്ട് അത് ഒന്നും പറയില്ല. ഒരു സർപ്രൈസ് ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ. എല്ലാരും കട്ടയ്ക്ക് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ചെമ്മീൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. എനിക്ക് കല്യാണത്തിന് എനിക്ക് കെട്ടിത്തന്ന കഴിച്ചതിനാണ് കൈമ കിടക്കുന്നത്. അത് ഇവളെടുത്ത് കെട്ടി. എന്താ ദേവാ എന്താ സത്യല്ലേ ഞാൻ പറഞ്ഞേ? എൻ്റെ മോളിലാണ്. എന്താ ഞാൻ ഉള്ളതല്ലേ പറഞ്ഞേ? മെച്യൂരിറ്റി കുറവാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് ഞാൻ പാവായി പോയി എന്നല്ല. ബിരിയാണി പുറത്തുള്ള റൈസ് എല്ലാം കൂടെ കൂട്ടി പിടുത്തം ഗൈസ്. അങ്ങനെ അപ്പോൾ അവിടെ മുക്കത്ത് ബസ് സ്റ്റോപ്പിൽ കാത്തിക്കുകയാണ്. ബസ്സും കാര്യങ്ങളും ഇപ്പോൾ എടുക്കും. മുക്കത്ത് ഇവിടെ സിഗ്നലിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ബസ് എടുത്തിട്ട് നേരെ ഇവിടുന്ന് യാത്ര പോകാട്ടോ. എങ്ങോട്ടേക്ക്? കുറച്ച് ദൂരത്തേക്കാണ്. നമ്മളെ വീട് ആലപ്പുഴയാണ്. അങ്ങോട്ട് പോകാട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, പോവാൻ ടൈമായി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മിസ്സാവുന്നുണ്ട്. അമ്മേനെ മിസ്സാവും. ഒബ്വിയസ്ലി അമ്മേനെ മിസ്സാവും. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് എന്തോ പോലെയാണ് മനസ്സിന്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പോവും. അമ്മേനെ മിസ്സാവും. വേറെ ആരും മിസ്സാവില്ല. അമ്മേനെ മാത്രമേ മിസ്സാവുള്ളൂ. അമ്മയ്ക്ക് എന്നെ മിസ്സാവോ? എന്തൊക്കെ എന്നെ വെറുപ്പിക്കാൻ വേണം ഇല്ലാതെ പറ്റില്ല. അങ്ങനെ പിന്നീട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യപ്പോൾ നമുക്കുള്ള ബസ് എത്തി. എമറാൾഡ് ആണെന്ന് തോന്നുന്നു ബസ്സിന്റെ പേര്. ആ ബസ്സിലാണ് കയറി പോകുന്നത്. അങ്ങനെ ആലപ്പുഴയ്ക്കുള്ള ബസ് കയറിയിട്ടുണ്ട്. അടിപൊളി ബസ്സാണ്. അവിടെ എത്തും. ഞാൻ അവിടെ നിന്ന് അധികം വെച്ചുണ്ടാക്കിയ ആൾക്കാരൊക്കെ എണീറ്റ് ഓടും. അവിടെ വെച്ച കുറച്ച് സംസാരം. ഞങ്ങളിപ്പോൾ സ്ലീപ്പും എന്നിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം പറയും. കേസ് അങ്ങനെ ഏതാണ്ട് ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അയ്യോ, ചെറിയ തുമ്മലും ചീറ്റലൊക്കെ ഉണ്ടേനി. ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ദേവുട്ടിൻ്റെ വീട്ടിലെത്തിയിട്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് ഇപ്പം തന്നെ ആവുന്നില്ല, വയസ്സായി എന്നൊക്കെ പറയുന്നത്. യാത്ര ചെയ്ത പൂരവേന പെടലി കിടന്നിട്ട് റെഡി ആയില്ല ഉറക്കം എന്നൊക്കെ പറയുന്നത്. വീട്ടിലെത്തിയിട്ട് അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെടുന്നില്ല വ്ളോഗ്. വെൽക്കം ടു അന്നുറ്റം വ്ളോഗ്. സഹിക്കുക ഉണ്ണി. ഇവിടുന്ന് അങ്ങനെ പോകട്ടെ. എന്താ പിന്നെ പറയാനുള്ളത്? ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഇനിയോ സ്വീറ്റ് ഇനിയോ ഊരവേന ഉണ്ടെന്ന് പറഞ്ഞു. തിരുമണോ? അയ്യോടാ. ഇവിടെ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്ന കുറേ ആൾക്കാരൊക്കെ കേട്ടോ. നല്ല ഉറക്കാണ്. ഇതിൽ വലിയ ഉറക്കിനി പോകുന്നത് ഒരാള് കൂർക്കാവാ. അയ്യടാ, ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ ഇവിടുന്ന് മാപ്പൊക്കെ ഇട്ട് നോക്കി. യാത്രാക്ഷീണമുണ്ട് എല്ലാവർക്കും.
ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയ്ക്ക് ഇവിടുന്ന് ഏകദേശം 7 hours ട്രാവലുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി അവിടെ എത്തിയിട്ട് പറയാം വിശേഷം. അങ്ങനെ എൻ്റെ നാളായ ആലപ്പുഴയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ വീട് എന്ന് പറഞ്ഞാൽ കൈതവനയാണ് അല്ലേ? കൈതവന കളർകോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ വീട്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നോക്കാം അമ്മയച്ഛൻ നമുക്ക് നോക്കി. തൊട്ടടുത്ത് റിലയൻസ് മാളിൻ്റെ അടുത്തായിട്ടാണ് വീട് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ബസ് ഇറങ്ങിയതിന് ശേഷം ഉണ്ട് നടക്കാണ്ട് ലൊക്കേഷനിലേക്ക്. അത് മാത്രമല്ല ഈ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞങ്ങൾ ആദ്യം കണ്ടതിന് ശേഷം രണ്ടാമത് കണ്ടുമുട്ടുന്ന സ്ഥലമാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ അതാർക്കും അറിയില്ല. രണ്ടാമത് ഈ സ്ഥലത്ത് ഇവിടെ ആലപ്പുഴ വെച്ചിട്ടാണ് അന്നിപ്പോൾ ഇവിടെ നടക്കായിരുന്നു. നടക്കുന്ന ഈ ഏരിയയിലൂടെയൊക്കെ തന്നെ ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത്. അപ്പോഴൊന്നും ആർക്കും അറിയുന്നുണ്ടായിരുന്നു. 4:30 5 മണി സമയത്തൊക്കെ 5:30 സമയത്തൊക്കെ 5:45 സമയത്തൊക്കെ ഇവിടെ നടക്കേനി. ആ ടൈമിലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നടന്ന് കാണലുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആർക്കും അറിയില്ല. ആർക്കും അറിയില്ല. എപ്പോഴും ഞങ്ങൾ ഇതിൽ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ വീട്ടുകാരെന്നെ കേൾക്കുമ്പോ അങ്ങനെ. ഇതാണ് ഞാൻ പറഞ്ഞ കളർകോട് അല്ലെങ്കിൽ കൈതവന എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ വന്നിട്ട് വേണ്ട ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണ്ട വീട്ടിലേക്ക്. ആ പണിയാവും. ഇവിടെ അടുത്ത് തന്നെയാണ് അവളെ വീട്. ലൊക്കേഷൻ ഞങ്ങൾ പറയില്ല, ആവൂല. അഥവാ നിങ്ങൾ കണ്ട് വെറുതെ ബുദ്ധിമുട്ടായാലോ അതുകൊണ്ടാട്ടോ. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായാലോ വെച്ചിട്ടാണ്. അല്ലാതെ പറഞ്ഞു തരുന്നതിന് ഇപ്പം എന്താ? മുത്തുമണികളല്ലേ നിങ്ങൾ, മാണിക്കക്കല്ലല്ലേ? അങ്ങനെ ഞങ്ങളാ പോവാണ്. ദേവട്ടൊരു പാട്ടൊക്കെ പാടി, പാട്ട് പാടി കൊടുക്കും. എനിക്ക് പാട്ട് വേണമെന്ന് അറിയില്ല. ഒറ്റായിട്ട് പാട്. എനിക്ക് പാട്ട് വേണമെന്ന് അറിയില്ല. ഞാൻ ചുമ്മാ എന്തോ പറഞ്ഞതാ. പാടണോ? എന്നേക്ക് നന്നായിട്ട് നിങ്ങളെ നന്നിട്ട് ബോക്സ് പാടിട്ടോ. കിടുവ ടിങ്കു, എന്റെ പൊൻടിങ്കു എന്ത് പാട്ടൊക്കെയോ നന്നായി പാടും. ഇതൊന്നല്ല ദേവ്, ഇതിൽ നിങ്ങൾ നന്നായിട്ട് പാടുന്ന എന്നോട് പറഞ്ഞേ. അപ്പൊ ഞാൻ അവിടെ പാട്ട് കേട്ട് ഞെട്ടിപ്പോയ. ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു ക്രിഞ്ച് മൂഡ്. ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി കൊടുക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞ അന്ന് ആദ്യമായിട്ട് ഞാൻ പാട്ട് പാടുന്നത് അപ്പോഴായിരിക്കും. ഏത് പാട്ട് അന്ന് പാടി നീ ആദ്യമായിട്ട്? ഓർമ്മ ഉണ്ടോ എനിക്ക്? അത് ഓർമ്മല്ല. അതൊന്ന് പാട്, ചെറുതായിട്ടൊന്ന് പാട്, ഒന്ന് മൂളിത്താ. പോടാ അവിടുന്ന് ഒന്ന് പാടിക്കൊണ്ടാ. ഞാൻ അവളെ പാട്ട് പാട് ഏകദേശം ഒരു സുമാറില്. എന്ത് പറഞ്ഞ കൈഷ് 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 ഇത് എവിടെ കിട്ടിയ? നീ ഇപ്പൊ ഇത്രയും കാലം എടുത്തുള്ളൂ ഗൈസ് എവിടെ കിട്ടിയ? എനിക്ക് ഗൈസ് വേണ്ട, എന്ത് പറയാ കൈസ് കൈസ് ഒരു പാട്ട്, ഒരു 2 വരി മുഴുത്ത. അങ്ങനെ ഞാൻ പറയാം. നമ്മളെ വീട്ടിലിതായിട്ട് ഇതാണ് അവളെ വീട്. ഞാൻ വീട്ടിലേക്ക് കയറാൻ വേണ്ടി പോകും. ചാങ്ങി അതൊക്കെ സർപ്രൈസാ. വീട്ടിൽ സർപ്രൈസ് വിസിറ്റ് ആയിട്ട് ഉദ്ദേശിച്ചത്. വീട്ടിൽ വാതിലിന് മുട്ടുന്നു. ഇതേത് അത് അമ്പോ ഷർട്ടൊക്കെ ഇട്ടിട്ട് തിളങ്ങി, പച്ച ഷർട്ടൊക്കെ തിളങ്ങിയാണല്ലോ. വേണ്ട വേണ്ട. വീടന്ന് ഞാൻ അവിടെ എത്തിയപ്പോൾ മൊത്തത്തിൽ റീപെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈൽസൊക്കെ ഇട്ട് അടിപൊളിയാക്കി കുട്ടപ്പനാക്കിയിട്ടുണ്ട് വീട്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ തന്നെയാലും അവിടെ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നേ, ഞെട്ടിക്കുന്ന ഫ്ലെക്സ് പോലെ. അതിനുശേഷം എനിക്ക് റൂമൊക്കെ കാണിച്ചില്ല. ഇതാണ് റൂം, ഇതാണ് നമ്മളെ റൂം എന്നൊക്കെ പറഞ്ഞിട്ട്, കിച്ചൺ ഇതാണ് റൂം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ റൂമിലേക്കൊക്കെ പോയി എനിക്ക് റൂമൊക്കെ കാണിച്ചു തരാണ്. അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ, അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് റൂമൊക്കെ. അങ്ങനെ ഞങ്ങൾ പിന്നീട് അവിടെ പോയി സംസാരിക്കാൻ. പറ കേക്കട്ടെ. രാവിലെ ഫുഡ് ഉണ്ടാക്കിയാലും ഇവളാണ് എന്നാ പറഞ്ഞേ. എങ്ങനെയുണ്ടായിരുന്നു രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലൊക്കെ? വാങ്ങിയോ? ഒന്നും കഴിച്ചില്ല കേട്ടോ, വെറുതെ പറയാം. രാവിലത്തെ ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് പറയുന്നത് ഇല്ല. അച്ഛാ മോള് ഫുഡ് ഉണ്ടാക്കൂലേ?
ഫുഡ് ഉണ്ടാക്കൂലേ ഇവള്? നന്നായിട്ട് അമ്മ മോള് നന്നായി ഫുഡ് ഉണ്ടാക്കി അല്ലേ? എവിടെയാ? ഇവിടെ ഇവിടുത്തെ ഫുഡൊക്കെ മോളല്ലേ വെക്കല്? ഇവിടെ വെക്കാറൊന്നുമില്ല. ആണ് അവിടെ എല്ലാ ദിവസവും ഇവിടെ ഫുഡ് വെക്കല് ഇല്ലേ? രാവിലത്തെ ഫുഡ് ഉണ്ടാക്കും, ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കി പാക്ക് ചെയ്ത് പോവും അല്ലേ? റോസ്റ്റ് എന്തല്ലേ പറഞ്ഞേ? കഷ്ടപ്പെട്ട് പറ്റുന്ന ഞാൻ ചെയ്യുന്നുണ്ട്. പറ്റുന്ന ചെയ്യാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് അല്ലേ ദേവാ? അല്ലേ? നല്ല ബുദ്ധിമുട്ടുണ്ട്, പാവകുട്ടിയാ അല്ലേ ദേവാ? കരയില്ലേ? പറ അമ്മ, അമ്മ പറഞ്ഞു കൊടുക്കാം. അമ്മ പറഞ്ഞാ ശരി. അമ്മ പറഞ്ഞാ ശരി. ഞാൻ ഇവള് കൊറേ ആയി ഉപദേശിക്കുന്നു, ഞാൻ ആരോടും പറയുന്നില്ല. ഇവള് പറഞ്ഞാ കേൾക്കൂല, ഞാൻ പറഞ്ഞാ കേൾക്കൂല, അമ്മ പറഞ്ഞാലേ കേൾക്കാണ്. ഇപ്പൊ അമ്മ പറഞ്ഞു ഇല്ല അമ്മ? അമ്മ പറഞ്ഞ അമ്മ കുട്ടിയാ മടിയാ അമ്മ? ഞാൻ പറഞ്ഞതാ. എന്ത് അമ്മ ഇവക്ക് സമയമില്ലായിക്കേ, വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കേ, അങ്ങനെ തമാശയല്ലേ കാര്യോ? അതെ, സത്യോ. അല്ല ഞാനല്ലേ, ഞാൻ ഇവളോട് പറഞ്ഞ് PSCക്ക് പഠിക്കണോ അതാ നല്ല പറഞ്ഞ്. അപ്പൊ ഇവള് പറയാ എന്റെ ആഗ്രഹം പുറത്താണ്, പുറത്ത് പോണം, UK പോണം, അതാണ് സ്വപ്നം എന്ന് പറഞ്ഞ്. UK ട്രിപ്പ് പോവാന്ന് പറഞ്ഞ്. കുറച്ചായിട്ട് ഇപ്പൊ ഒന്നും പോലെ, ഇപ്പൊ എന്റെ അടുത്ത് പൈസ കല്യാണം കഴിഞ്ഞിക്കല്ലേ. അപ്പൊ ഇവക്ക് ഇപ്പൊ തന്നെ പോണം UK അമ്മ. UK കാരിയാ, ഒരു $1 കാണിച്ചു കൊടുക്കും. അതാ പ്രശ്നോ? എന്നിട്ട് ഞാൻ പറയുന്നൊന്നും കേൾക്കൂല. ഞാൻ പണ്ട് പറഞ്ഞ് സർക്കാർ ജോലി കയറിയ സാലറി ഉണ്ട്, അപ്പൊ അതിന്റെ എക്സാം വന്നല്ലോ, അതൊന്ന് ഉഴപ്പണം, അതൊന്ന് ഉഴപ്പിയിട്ട് ഇതെന്ന് പറഞ്ഞ് നടക്കണം. അതാ അവളെ ലക്ഷ്യം. ഇച്ചിരി തോന്നുന്നതിനെ പറ്റി എന്നാലും അതെന്താ അറിയോ? അനക്ക് വിവരലായിട്ട് സത്യോ? അല്ല അല്ല അമ്മ, അത് മക്കള് കുറവല്ലേ? അമ്മ പറഞ്ഞ കേക്ക്. നഴ്സിംഗ് പഠിക്കാൻ പോകുമ്പോ ആദ്യം എന്നോട് പറഞ്ഞു ഞാൻ ഇതിന് പോകാം, പക്ഷെ അമ്മ എന്നെ വെളിയിൽ വിടവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, വെളിയിൽ വിടാ, എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞാൽ നഴ്സിംഗിന് വിട്ടെ. അതുവരെ അവള് ഒറ്റ കട്ടിക്കടിച്ചൊന്നും വിട്ടത്തില്ലായിരുന്നു, നഴ്സിംഗ് വേണ്ടാന്ന് പറഞ്ഞിരുന്നതാ. അന്ന് അവർക്ക് ആയുർവേദം, മറ്റേ ഡോക്ടർക്ക് ആയുർവേദം നോക്കാന്ന് പറഞ്ഞപ്പോഴാ ഫീസ് ഒത്തിരി ആയിപ്പോയി. അല്ലെ പിന്നെ അതിന് പോകത്തുള്ളായിരുന്നു. അങ്ങനെ പറ്റിയതാണ്. അമ്മ പറഞ്ഞതാ നിന്റെ ഇഷ്ടം പോലെ വെളിയിൽ വിടാവെന്നൊക്കെ. വലിയ കഥയാ അത്. അന്ന് നേഴ്സിനെ വിട്ടോണ്ടിക്ക് പാലക്കാട് കാണാൻ പറ്റി. അമ്മ അവള് പഠിക്കൂല അമ്മ. അവളെന്താ സംഭവം എന്ന് അറിയാം? അവള് വിചാരം PSC പഠിക്കുന്നത് വലിയ തെറ്റായ പണിയാണ്. അച്ഛന് സർക്കാർ ജോലി ആയിരുന്നു, പക്ഷെ അച്ഛൻ ഞാൻ സർക്കാർ ജോലി പോകാൻ പറയില്ല കേട്ടോ. അല്ല, അച്ഛന് ഞാൻ പണിക്ക് അങ്ങനെ പോകണം നിർബന്ധമല്ല. അച്ഛന് ഞാൻ ഇഷ്ടമല്ല എഴുതി ചോദിച്ചോളൂ, അച്ഛന് വിശ്വാസമുണ്ട്. പക്ഷെ നിന്നോട് ഞാൻ പറഞ്ഞത് എന്താ ഇഷ്ടം? എന്ത് ഇഷ്ടപ്പെട്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ അച്ഛനൊന്ന് പറയാച്ചാ പ്രിപ്പയർ ചെയ്യാതെ മുമ്പ് വരാൻ പറ്റത്തില്ല, കിട്ടൂല. അത് കഷ്ടപ്പാടാ. ഒരു 100-നുള്ളിലെങ്കിലും വന്നാലേ, റാങ്ക് ലിസ്റ്റ് ഒരു 100-നുള്ളിലെങ്കിലും വരണം എന്നാലേ കിട്ടുന്നു. കേക്ക് അച്ഛൻ പറഞ്ഞു ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ശ്രമിച്ചൂടെ എനിക്കൊന്ന്? അവക്ക് UK എന്ന് പറഞ്ഞിരിക്കുക അവിടെ. UK എന്ന് പറഞ്ഞ ഉണ്ണിക്കുട്ടനെ കണ്ടാന്ന് വിചാരം. ഒന്നും പ്രിപ്പയർ ചെയ്യാതെ 70 മാർക്ക് നേടി. ഒന്നും പ്രിപ്പയർ ചെയ്യാതെ 70 മാർക്ക്. ഏത് വേറൊരു PSC പരീക്ഷ എഴുതിയായിരുന്നു, അത് കുഴപ്പമില്ലായിരുന്നു. എത്ര മാർക്ക്? സിമ്പിളായിരുന്നു. എത്ര മാർക്കൊന്നും പറയാൻ പറ്റൂല. അപ്പൊ 70 അപ്പച്ച പറഞ്ഞല്ലോ. ബിസി ആട്ടോ ആള്, കുറച്ച് തിരക്കുള്ള ആളാണ് ലൈഫില്.
ഒരു അരമണിക്കൂർ വന്നിട്ട്. അച്ഛൻ്റെ സംഭവം ഈ വിന്നർ മനോരമയുടെ വിന്നർ ഇതുണ്ട് അതില് തൊഴിൽ വാർത്ത അത് പഠിക്കോ? അപ്പൊ അതില് ഇവരുടെ നോട്ട്സ് ഉണ്ട്. നോട്ട്സ് അത് പഠിച്ചാൽ കിട്ടും. കിട്ടുന്ന എല്ലാരും മിക്കവരും പറയുന്നത്. അത് എന്തുകൊണ്ട് നീ ട്രൈ ചെയ്യുന്നില്ല? ഇത്രയും നല്ല അഡ്വൈസ് അച്ഛൻ തന്നിട്ട് ഏയ് വേണ്ട വായിച്ച്. ഓ അതായിരുന്നു പ്രശ്നം. നാളെ രാവിലെ വീട്ടില് ഡിന്നർ ഇടും. സ്റ്റാഫ് നേഴ്സ്. വാ പഠിക്ക് ഇപ്പൊ പഠിക്ക്. ഇരിക്ക് പഠിക്ക്. അടി പഠിക്ക്. സിലബസ് നോക്ക്. പഠിക്ക്. ഇപ്പൊ തൊട്ട് പഠിക്ക്. ഇരുന്ന് പഠിച്ചോ. നമ്മൾ ഇരുന്ന് പഠിക്കൂ. കിച്ച് നോക്കണ ശ്രദ്ധിക്കണേ ഇവളെ കേട്ടോ. പഠിച്ചോ ഞാൻ നോക്കാം. ഇവള് പഠിക്കാന്ന് പറഞ്ഞല്ലേ ഇവള് ലോകം ഉഴപ്പാണ്. പഠനത്തിൽ ഇപ്പൊ ഒരു മടിയൊക്കെ ഉണ്ട്. പണ്ടത്തെ റാങ്ക് ഹോൾഡർ ആണെന്നൊക്കെ പറഞ്ഞ് തള്ളിയിട്ടായിരുന്നു. ഇപ്പത്തെ ഒരു പഠിക്കാനൊക്കെ മടിയുള്ള ഒരാളാണ് അല്ലേ? അച്ഛ അടുത്ത ബുക്ക് അച്ഛ ഇത് കൊണ്ടോട്ടെ അവള് കൊണ്ടോയിക്കോട്ടല്ലേ? ഉറപ്പാണോ? ഓ വിന്നറിന് ഇത്രയും വലിയ പ്രമോഷൻ വേറെ കിട്ടാനില്ല. വിന്നറിന് കിട്ടിയ ഏറ്റവും വലിയ പ്രമോഷൻ. എന്തൊക്കെയായാലും ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ബൈ ഫ്രം